ഹായ് കൂട്ടുകാരെ, ഇന്ന് ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു ഷെയർ ചെയ്യുന്നത് വേറൊന്നുമല്ല. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഇപ്പോൾ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് അല്ലേ. മാർച്ചിൽ എക്സാമാണ്. നമ്മളും കുറേ എക്സാമൊക്കെ എഴുതിയിട്ടുള്ള ആളുകളാണ്. പക്ഷേ അന്നൊക്കെ നമ്മളെ അതായത് എത്ര പഠിക്കാൻ സൗകര്യമില്ലായിരുന്നു എങ്കിൽ പോലും പരീക്ഷയുടെ സമയമാകുമ്പോൾ നമ്മൾ അമ്പലത്തിൽ പോകും, പ്രാർത്ഥിക്കും, ഇന്ന് പരീക്ഷ എളുപ്പമാവണേ, അതുപോലെ തന്നെ നമുക്ക് എല്ലാം ഓർക്കാൻ സാധിക്കണമെന്നെല്ലാം ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് തന്നെയാണ് നമ്മൾ എക്സാമിന് പോകുന്നത്. പക്ഷേ ഇന്നുള്ള കുട്ടികൾ നമ്മൾ അന്ന് വായിച്ചിരുന്നത് പോലെ കുട്ടികൾ വായിക്കുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെല്ലാവരും ക്ലാസ്സിൽ വെച്ച് തന്നെ മനസ്സിലാക്കി കാര്യങ്ങൾ ചെയ്യുന്നു. പിന്നെ അതുപോലെ തന്നെ പണ്ടൊക്കെ നമ്മൾ കൂട്ടുകൂടിയിരുന്ന് പഠിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അല്ലേ. അടുത്ത വീട്ടിൽ പോയിരുന്ന് പരീക്ഷയുടെ സമയമാകുമ്പോൾ ഏതെങ്കിലുമൊക്കെ മാവിൻ്റെ ചുവട്ടിലൊക്കെ പോയിരുന്ന് നമ്മൾ ആ മാങ്ങയൊക്കെ തിന്ന് അങ്ങനെ പഠിച്ച ഒരു കാലഘട്ടം. അതുപോലെ തന്നെ നമ്മുടെ കൂട്ടുകാർ നമ്മളോട് എസ്സെയൊക്കെ ചോദിച്ചിട്ട് നമ്മളത് ബൈഹാർട്ട് പറഞ്ഞിരുന്ന ഒരു കാലമുണ്ടായിരുന്നു. ഇപ്പോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തമായി മാറി. എല്ലാം ഇപ്പോൾ ഫോൺ വഴിയാണ്, എല്ലാ പരിപാടികളും ഫോണിൽ കൂടെയാണ്. പക്ഷേ കുട്ടികൾ പഠിക്കുന്നുണ്ട്. പക്ഷേ കുട്ടികൾ പഠിക്കുന്നതിൻ്റെ അനുസരിച്ച് തന്നെ നമ്മൾ മാതാപിതാക്കൾ അവരെ കൂടുതൽ എൻകറേജ് ചെയ്യണം, അവരെ ടെൻഷൻ ഒഴിവാക്കണം. അതിനുവേണ്ടി നമ്മൾ പല ഓഫറുകൾ തന്നെ ചെയ്യാൻ സന്നദ്ധയാവണം. കാരണം ഇപ്പം നമ്മുടെ മക്കളൊക്കെ പഠിച്ചിരുന്ന സമയത്ത് ഇന്നത്തെ വിഷയം നീ നന്നായിട്ട് എഴുതി കഴിഞ്ഞാൽ നിനക്ക് വൈകുന്നേരം ഐസ്ക്രീം വാങ്ങിച്ചു തരുമെന്നെല്ലാം പറഞ്ഞ് നമ്മളവരെ ഒരുപാട് എൻകറേജ് ചെയ്യിച്ചിരുന്നു അല്ലേ. അതുപോലെ ചില കുട്ടികളുണ്ട് പരീക്ഷയിൽ തോറ്റുപോയി എന്ന് പറഞ്ഞ് ആത്മഹത്യ. അതിപ്പോഴും നമ്മൾ കേൾക്കാറുള്ള പ്രവണതയാണ്. പരീക്ഷയിൽ തോറ്റു എന്ന് വെച്ചിട്ട് അവൻ്റെ ജീവിതം തീരുന്നില്ലല്ലോ, വീണ്ടും എഴുതാം അല്ലേ. അല്ലെങ്കിൽ നമ്മളെത്ര പഠിച്ചാലും നമ്മുടെ ഒരു വിധിയാണ്, ഫെയ്റ്റാണെല്ലാം അല്ലേ നമുക്ക് ജോലി കിട്ടുക എന്നുള്ളത്. പക്ഷെ നമ്മൾ പരിശ്രമിക്കണം. നമ്മൾ റാങ്ക് കിട്ടാൻ പരിശ്രമിച്ചാലേ നമുക്ക് ക്ലാസ് കിട്ടുകയുള്ളൂ. അതുപോലെ ഡിസ്റ്റിങ്ഷന് ആയാലേ റാങ്ക് കിട്ടുകയുള്ളൂ. അതുപോലെ സ്കൂൾ ഫസ്റ്റ് ആവണമെന്ന് വിചാരിച്ചാൽ മാത്രമേ അതിൻ്റെ അടുത്ത് എത്താൻ പറ്റുള്ളൂ. അപ്പം നമ്മുടെ പ്രയത്നമാണ്, നമ്മുടെ പരിശ്രമത്തിൻ്റെ ഫലമാണ് നമ്മുടെ പരീക്ഷയുടെ റിസൾട്ട്. പിന്നെ താൻ പാതി ദൈവം പാതി എന്ന് പറയുന്നത് പോലെ നമ്മുടെ കുട്ടികൾക്ക് വേണ്ടി നമ്മളും പ്രാർത്ഥിക്കണം. അവന് നല്ലൊരു അറ്റ്മോസ്ഫിയർ കൊടുക്കണം. ഇപ്പോൾ സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടിക്ക് വീട്ടിലെ അറ്റ്മോസ്ഫിയർ നല്ലതായിരിക്കണം. എങ്കിൽ മാത്രമേ അവന് ഉന്നത വിജയം നേടാൻ സാധിക്കുകയുള്ളൂ. വീട്ടിലെ കശപിശയും ബഹളവും എല്ലാം ആണെങ്കിൽ നമ്മുടെ കുട്ടികൾക്ക് അതിനുള്ള സാഹചര്യം ഉണ്ടാവുകയില്ല. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം SSLC എന്ന് പറയുന്ന എക്സാമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ കടമ്പ അല്ലേ. +2 ആണ് എങ്കിലും ഏറ്റവും വലിയ കടമ്പ SSLC തന്നെയാണ്. ആ SSLC വരെ നന്നായിട്ട് തോക്കാതെ നല്ല മാർക്കോടുകൂടി പഠിക്കുന്ന കുട്ടിക്ക് ഒരു പ്രത്യേക പരിഗണന തന്നെയാണ് നാട്ടിലും വീട്ടിലും അതുപോലെ സ്കൂളിലും എല്ലാ സ്ഥലത്തും. ആ സർട്ടിഫിക്കറ്റിനാണ് കൂടുതൽ വാല്യൂ. +2 ആണ് ഇപ്പോൾ മിനിമം യോഗ്യത എങ്കിലും. അപ്പം നമ്മുടെ കുട്ടികളെ എല്ലാവരും വളരെയധികം സന്തോഷത്തോടെ വേണം സ്കൂളിലേക്ക് അയക്കാൻ. അവരതുപോലെ തന്നെ പരീക്ഷ കഴിഞ്ഞ് വരുന്ന അപ്പം തന്നെ ചോദ്യങ്ങൾ ചോദിച്ചവരെ ശ്വാസം മുട്ടിക്കരുത്, എളുപ്പമായിരുന്നോട്ടാ എന്ന് ചോദിച്ച് പേടിപ്പിക്കുക. ഇതൊന്നും വേണ്ട, പരീക്ഷ കഴിഞ്ഞത് കഴിയട്ടെ, അന്നത്തെ വിഷയം കഴിഞ്ഞു, എങ്ങനെയുണ്ടായിരുന്നു മോനെ എന്ന് നമ്മൾ സൗഹൃദത്തിലൊന്ന് ചോദിച്ചാൽ മാത്രം മതി. ഓക്കെ ഗൈസ്, അപ്പം ഇതൊക്കെയാണ് ഇന്നത്തെ ഈ പരീക്ഷാ സമയമായതുകൊണ്ട് തന്നെ ഞാൻ ഇന്ന് ഈ വീഡിയോയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. ഓക്കെ, ബൈ.